നിങ്ങളെല്ലാവരും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നും ഒരു ഐറ്റംസും റാൻഡം ആയിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടില്ലേ. ഒരു സൈഡിൽ ക്രോക്കറീസ് ആണെങ്കിൽ മറ്റേ സൈഡിൽ ഈ സോപ്പ്, ചീപ്പ്, ഷാമ്പു അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും. വേറെ സൈഡിൽ ഈ സ്വീറ്റ്സ്, അതുപോലെ ഈ കഴിക്കേണ്ട സ്നാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സൈഡുണ്ടാവും. വേറൊരു സൈഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനം, പിന്നെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ വേറൊരു സൈഡിൽ. ഇനി എന്താ പറയുക, മീറ്റ് ഒക്കെ ആണെങ്കിൽ മീറ്റ് വേറൊരു സൈഡിലുണ്ടാവും. ഇങ്ങനെ എല്ലാ സാധനവും പെർട്ടിക്കുലർ ഓർഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ സെക്ഷൻസ്, ഓരോ ബ്ലോക്സ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇതുപോലെ തന്നെ നമ്മൾ മുന്നേ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പല 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 ബ്ലോക്കുകളായിട്ട് എലമെന്റ് നമുക്ക് എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഈ അറേഞ്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ എലമെന്റിന്റെ പീരിയോഡിക് ടേബിളിൽ പല പല ബ്ലോക്കുകളാക്കിയിട്ടുണ്ട്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ബ്ലോക്കുകളെ പറ്റിയിട്ടും എങ്ങനെ നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഏതാണ്, അതിന്റെ പീരീഡ് ഏതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ നിന്ന് എങ്ങനെ അതിന്റെ ഫോർമുല കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അധികം ലേറ്റ് ആക്കാൻ നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ കിടക്കാം. സോ പീരിയോഡിക് ടേബിൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഈ ചാപ്റ്ററിൽ മൊത്തം പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. അപ്പോൾ പീരിയോഡിക് ടേബിൾ നിങ്ങൾ പഠിച്ചു എത്രയാണ്? 7 പീരീഡ്സ് ഉണ്ട്, കൂടെ 18 ഗ്രൂപ്പ്സും ഉണ്ട് അല്ലേ? മൊത്തത്തിൽ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ഉണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പും പീരീഡും അല്ലാതെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഈ പീരിയോഡിക് ടേബിൾ തന്നെ പല പല ബ്ലോക്കുകളുണ്ട്, എലമെന്റ്സ്. ഉദാഹരണത്തിന് ഈ ഫസ്റ്റ് 2 ഗ്രൂപ്പ്സ് ഇല്ലേ, ഇതിനെ നമ്മൾ എസ് ബ്ലോക്ക് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ നമ്മൾ അതിനെ ഡി ബ്ലോക്ക് എന്നും, 13 തൊട്ട് 18 വരെ ഇതിനെ നമ്മൾ പി ബ്ലോക്ക് എന്നും, പിന്നെ അവസാനത്തുള്ള 6th and 7th പീരീഡ്, അതായത് 6th and 7th പീരീഡ് ഉണ്ടല്ലോ, ഇതിന് നമ്മൾ എഫ് ബ്ലോക്ക് എന്നും, അതായത് നമ്മുടെ സബ്ഷെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ SPDF, ആ സബ്ഷെല്ലിന്റെ അതേ പേരിൽ തന്നെ നമുക്ക് എലമെന്റ്സിനെ വിവിധ വിവിധ ബ്ലോക്കുകളിൽ ഡിഫറെന്റ് ബ്ലോക്സിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. SPDF എന്നിങ്ങനെ ബ്ലോക്സ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അവസാനമായിട്ട് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫില്ല് ചെയ്യുന്നത് ആ സബ്ഷെല്ലിന്റെ പേരായിരിക്കും ആ ബ്ലോക്കിന് കൊടുത്തിട്ടുണ്ടാകും. നമുക്കിപ്പോൾ ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ വിച്ച് സബ്ഷെൽ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിന് ആൻസർ ആയി കിട്ടുന്ന ഒരു സബ്ഷെൽ ഉണ്ടാവുമല്ലോ, ആ സബ്ഷെല്ലായിരിക്കും ആ എലമെന്റ് ബിലോങ് ചെയ്യുന്ന ബ്ലോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ബ്ലോക്കായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന പീരിയോഡിക് ടേബിൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2നെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഗ്രൂപ്പ് 1ന് വേറൊരു പേര് കൂടിയുണ്ട്, നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ഗ്രൂപ്പ് 2നെ നമുക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയാം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എസ് ബ്ലോക്ക് എലമെന്റ്സിലെ 2 ഗ്രൂപ്പ്സും മെറ്റൽസ് ആണ്. ഓക്കെ, സോ ഗ്രൂപ്പ് 1 and 2 ബിലോങ്സ് ടു ദ എസ് ബ്ലോക്ക്. സോ നമുക്ക് എസ് ബ്ലോക്കിലെ ഏത് പെർട്ടിക്കുലർ ഗ്രൂപ്പിലാണ് ഈ എലമെന്റ് ഉൾക്കൊള്ളുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനെ ചെയ്യേണ്ടതൊന്നുമില്ല. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. അതിൽ ഏറ്റവും അവസാനം വാലൻസ് സബ്ഷെൽ ഷെൽ കോൺഫിഗറേഷനിൽ എവിടെയാണ്, ഏത് വാലൻസ് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, ആ സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണമായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഫോർ എക്സാമ്പിൾ എസ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പേ ഉള്ളൂ, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. സോ വാലൻസ് ഷെൽ ഈസ് 2s. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ. സോ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും. സെക്കൻഡ് കേസ് ബെറിലിയം, അറ്റോമിക് നമ്പർ 4 ആണ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് അതെ. സോ 2 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് ഏത് ഗ്രൂപ്പാണ്? ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഗ്രൂപ്പ്. നൗ നമുക്ക് ഹീലിയം, അതൊരു എക്സെപ്ഷണൽ കേസാണ്. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ Z=2. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും 1s2 ആണ്. പക്ഷെ 1s2 ആയിട്ട് കൂടി അതൊരു എസ് ബ്ലോക്ക് എലമെന്റ് അല്ല, മറിച്ച് ഹീലിയം ബിലോങ്സ് ടു ദ പി ബ്ലോക്ക്. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സെപ്ഷൻ. എല്ലാ കാര്യത്തിലും ജനറലി ഇത് ഒബേ ചെയ്യും. ഒരേ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഹീലിയം മാത്രമാണ്. ഹീലിയത്തിന്റെ 1s2 കോൺഫിഗറേഷൻ ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ബിലോങ്സ് ടു ദ പി ബ്ലോക്ക്, നോട്ട് എസ് ബ്ലോക്ക്. സോ അങ്ങനെ മനസ്സിലായി. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എസ് ബ്ലോക്ക് എലമെന്റ്സിന്. ഓക്കെ, എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. സോ സം ഓഫ് ദ മേജർ പ്രോപ്പർട്ടീസ് ആർ
ദ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ബേസിക് എന്ന് വെച്ചാൽ അതിനൊരു സോർ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ ഹൈഡ്രോക്സൈഡ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, അങ്ങനെ ഓക്സൈഡ്സുകളും ഉണ്ട്. കാൽസ്യം ഓക്സൈഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ലൈം എന്നൊക്കെ പറഞ്ഞ ക്വിക്ക് ലൈം എന്നൊക്കെ പറഞ്ഞ കാൽസ്യം ഓക്സൈഡ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ബേസിക് ഇൻ നേച്ചർ ആണ്. അതായത് ആസിഡിന്റെ ഒപ്പം ചേർന്നിട്ട് എന്താവും, ന്യൂട്രൽ സൊല്യൂഷൻ ഫോം ചെയ്യും. ഓക്കെ, അതാണ് എന്താ പറയണ്ടത്, ബേസിക് നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ എസ് ബ്ലോക്ക് എലമെന്റ് അത് അയണിക് കമ്പൗണ്ട്സ് ഫോം ചെയ്യും. സോ ബേസിക്കലി വാട്ട് ആർ അയണിക് കമ്പൗണ്ട്സ്? Ionic compounds are formed by ions. So ionic compounds are formed by ions and they form ionic bond. സോ എന്തായിരിക്കും അയോണിക് കമ്പൗണ്ട്? ആദ്യത്തെ അതിൽ ഒരു പോസിറ്റീവ് അയോണും ഉണ്ടാവും, ഒരു നെഗറ്റീവ് അയോണും ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ് അയണും നെഗറ്റീവ് അയണും ചേർന്നിട്ടാണ് അയോണിക് കമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് കൂടുതലും അയോണിക് കമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ ദേ ആർ മോർ മെറ്റാലിക് ഇൻ നേച്ചർ. നമ്മൾ കണ്ടു ഫസ്റ്റ് ടു ഗ്രൂപ്പ്സിന് നമ്മൾ രണ്ട് വേറൊരു ഡിഫറെന്റ് നെയിം കൂടി കൊടുത്തിട്ടുണ്ടെന്നായിരുന്നു. ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഗ്രൂപ്പ് 1 alkali metals, group 2 alkaline earth metals. So they are more metallic in nature and they form ionic compounds. പിന്നെ they have low ionization enthalpy. So what exactly is ionization enthalpy? എന്താണ് ionization enthalpy എന്ന് വെച്ചാൽ, ionization enthalpy is the energy required to remove the most loosely held electron in an atom. ഒരു ആറ്റത്തിൽ ഏറ്റവും ലൂസായി കിടക്കുന്ന ഇലക്ട്രോൺ അത് എവിടെയായിരിക്കും? അത് മോസ്റ്റ് പ്രോബ്ലി ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ, ഏറ്റവും വാലൻസ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസിനാണ് അതിന്റെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് പറയുക. അതാണ് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ എസ് ബ്ലോക്ക് എലമെന്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവസാനത്തെ ഷെല്ല് ജനറലി എന്തായിരിക്കും? ജനറലി അല്ല, ഓൾവേസ് എസ് സബ് ഷെൽ ആയിരിക്കും. സോ എസ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ? ആകെ ഉണ്ടാവുക S1 അല്ലെങ്കിൽ S2. ഇത് രണ്ട് പോസിബിലിറ്റീസ് അല്ലേ അതിലുള്ളൂ. ഈ രണ്ട് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഇപ്പൊ കുറേ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഡിഫിക്കൽട്ടി ആയിരിക്കും ഓരോ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ അല്ലേ? പക്ഷെ ഒന്നോ രണ്ടോ ഇലക്ട്രോൺ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. സോ the energy required will be very less to remove the loosely held electron. So ionization enthalpy will be very less. പിന്നെ ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താ ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് an ability of an atom to pull electrons towards itself in a bond. നമ്മളൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. ആ ബോണ്ടിൽ ഒരു എലമെന്റിന് ആ ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോൺ സ്ട്രെങ്ത് ഉണ്ട്. ബോണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന എങ്ങനെയാണ്? ഇലക്ട്രോൺ ഒക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അയണിക്കല്ല, ജനറലി ഒരു ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ ബോണ്ടിൽ ഇലക്ട്രോൺസ് ഒക്കെ ഷെയർ ചെയ്യും. അപ്പൊ ഈ ഷെയർ ചെയ്യുമ്പോൾ ചില എലമെന്റിന് കുറച്ചുകൂടി അധികം കപ്പാസിറ്റി ഉണ്ട്. എന്ത്? ആ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ കൂടുതലായിട്ട് ആ എലമെന്റിന്റെ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിൽ ബി ലെസ് ഫോർ എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് കാരണങ്ങളൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ബട്ട് സ്റ്റിൽ നോ ദാറ്റ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഹാവ് ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എസ് ബ്ലോക്കിന്റെ എലമെന്റ് എന്ന് വെച്ചാൽ ദേ ലോസ് ഇലക്ട്രോൺസ് ഇൻ റിയാക്ഷൻസ്. ജനറലി റിയാക്ഷൻസ് നടക്കുമ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് വിൽ ഓൾവേസ് ലോസ് ഇലക്ട്രോൺസ്. ദാറ്റ് മീൻസ് ദേ ഗിവ് ഇലക്ട്രോൺസ്. സോ ദെയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ് സിൻസ് ദേ ആർ ഗിവിംഗ് ഇലക്ട്രോൺ. നമ്മൾ ഇലക്ട്രോൺ ഗിവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ എന്താണ്, ഓൾവേസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി പോസിറ്റീവ്. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓർ ഇലക്ട്രോൺ ഗെയിനിങ്, വെൻ an atom is gaining electrons, it will have a negative oxidation state. When it is losing electron or giving electron, it will have a positive oxidation state. അത് ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ജനറലി എന്താണ് വരിക? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ N, അതായത് ഇത് വാലൻസ് ഔട്ടർ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാം. ഔട്ടർ ഷെൽ എന്നൊക്കെ N, അതായത് ഇതെന്തായിരിക്കും? ഷെൽ നമ്പർ ആയിരിക്കും. ഏതാ ഷെൽ എന്ന് വെച്ചാൽ അത്. പിന്നെ S ഇലക്ട്രോൺസ് ഉണ്ടാവും, അത് 1 to 2 ആയിരിക്കും. ഇതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പം എസ് ബ്ലോക്കിന്റെ നിങ്ങൾക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇഫ് ദ നമ്പർ ഓഫ് outermost shell electron is 1, it belongs to the first group. If the number of outermost electrons is 2, it belongs to the second group. Okay. So നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ പറയാം എങ്ങനെ വാലൻസി ഓക്സൈഡ് സ്റ്റേറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ലിഥിയം. Z equal to 3, 1s2, 2s1, it will be its electronic configuration. It has a valency of 1. അപ്പോൾ വാലൻസി വെച്ചാൽ എന്താണ്? ഇത് അക്സെപ്റ്റ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് 1 എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അത് കൊടുക്കുകയാണോ ഇലക്ട്രോൺ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള സാധ്യതയുള്ള ഇലക്ട്രോൺസ് കൗണ്ടിനെയാണ്, ആ ഒരു ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിനാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഡോണ്ട് കൺഫ്യൂസ്. വാലൻസിക്ക് പ്രത്യേകിച്ച് ചാർജ് പ്ലസ് മൈനസ് സൈൻ ഒന്നും ഇല്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ സൈൻ കൊടുക്കും. കാരണം വി ആർ ഇത് ഗിവിംഗ്
or gaining. ആ ഒരു കാര്യം, ആ ഒരു ചാർജ് ബാലൻസിന് വേണ്ടിയാണ് നമ്മൾ ഓക്സിഡൈഡ് സ്റ്റേറ്റ്. സോ ഓക്സിഡൈഡ് സ്റ്റേറ്റ് is +1 since lithium will be giving the 1 electron. So it will be +1 and it is denoted by the sign lithium plus. Plus will be the superscript. Beryllium example നോക്കുക, 1s2, 2s2 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. It has a valency of 2 which has an oxidation state of +2 since it will be losing electrons and it is denoted as B2+. എന്നാൽ നിങ്ങൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പറയാൻ പറ്റും 2s1. So this will belong to the first group and this will belong to the second group. Okay, so this is how we identify the group number based on the electronic configuration. Just look at the outermost shell and see the number of electrons in the outermost S subshell. If it is 1, then it belongs to the first group. If it is 2, then it belongs to the second group. അപ്പോൾ അതാണ് എസ് ബ്ലോക്ക് എലമെന്റ് നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പി ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എസ് ബ്ലോക്ക് എലമെന്റ് കണ്ടതുപോലെയല്ല പി ബ്ലോക്ക് എലമെന്റ്സ്. നമുക്ക് ഒരുപാട് പരിചയമുള്ള കുറേ സാധനങ്ങൾ എസ് ബ്ലോക്കിൽ നമുക്ക് പരിചയമുണ്ട്, പക്ഷേ കൂടുതൽ നമ്മൾ പരിചയപ്പെടുന്ന എലമെന്റ്സ് കൂടുതലും നമുക്ക് പി ബ്ലോക്കിലാണ് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഓക്സിജൻ, ഫ്ലൂറിൻ, കാർബൺ, നൈട്രജൻ, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ഇങ്ങനെ നമ്മൾ കേട്ടു. നേരത്തെ നമ്മൾ കേട്ടു ഹീലിയം, എക്സെപ്ഷൻ കേസ് കണ്ടു, ഹീലിയം. അതൊക്കെ പി ബ്ലോക്ക് എലമെന്റ്സിനാണ് ഉൾപ്പെടുന്നത്. പി ബ്ലോക്കിൽ ടോട്ടൽ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള ഗ്രൂപ്പാണ് നമ്മൾ എന്ത് പറയുന്നത്, പി ബ്ലോക്ക് എന്ന് പറയുന്നത്. പല പേരുകളുണ്ട്. മേജറായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് പേരുകൾ ഞാൻ പറയാം. 18th ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ് ആൻഡ് 17th ഗ്രൂപ്പ് ആർ കോൾഡ് ഹാലോജൻസ്. അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഗ്രൂപ്പിന് നമ്മൾ പറയും ഹാലോജൻ, 17th ഗ്രൂപ്പ്. ഓക്കെ, ബാക്കിയൊക്കെ അത്ര ഓർമ്മിക്കണ്ട, ജസ്റ്റ് ഓർമ്മിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെയും നോക്കുക. അവസാനം ഫില്ല് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണോ അതാണ് ബ്ലോക്കിന്റെ പേരെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബോറോൺ നോക്കിയാൽ 2s2 2p1 ആണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പി സബ്ഷെല്ലിലാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് വിൽ ബിലോങ് ടു ദ പി ബ്ലോക്ക്. സോ പി ബ്ലോക്കിൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് കണ്ടെത്താൻ പറ്റും? എസ് ബ്ലോക്ക് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ S subshell will be that corresponding group number. So here നമ്മൾ നോക്കുക, ബോറോണിന്റെ എന്താണ് 2s2 2p1. സോ എത്ര ഇലക്ട്രോൺസ് ആണോ പി ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നത് ദാറ്റ് ഇലക്ട്രോൺസ് +12. അപ്പോൾ 1 + 12 നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. ഇവിടെ എത്രയുണ്ട് പി? കാർബണിന്റെ കേസ് എടുത്താൽ 2p2, 2 electrons are there. So 2 + 12 we will get 14. So here for sodium 2s2 2p3, 3 electrons are there in the p subshell. So 3 + 12 we will get 15. Here for oxygen 2p4 is there. So 4 + 12 16. Next 5 is there for fluorine. 5 + 12 we will get 17. For neon 2p6 is there. 6 + 12 we will get 18. സോ വളരെ എളുപ്പമാണ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും. ഓക്കെ, സോ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് NS2 ബിക്കോസ് എസ് ഓൾറെഡി ഫിൽ ആയി. സോ ഇവിടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലാണ് ഫിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ എസ് സബ്ഷെല്ലിൽ പിന്നെ കൂടുതലായിട്ട് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നില്ല, എസ് ഓൾറെഡി ഫിൽഡ് ആണ്. പിന്നെ ഫില്ല് ചെയ്യുന്ന എവിടെയാണ്? NP1 to 6. മാക്സിമം കപ്പാസിറ്റി ഓഫ് എ പി സബ്ഷെൽ ഈസ് 6 ഇലക്ട്രോൺ. സോ NS2 NP6 ആയിരിക്കും ഇതിന്റെ general electronic configuration. So just like for S block elements, നമുക്ക് P block elements ന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. സോ ജനറലി അവിടെ നമ്മൾ കണ്ടു എന്താണ്, എസ് ബ്ലോക്ക് കൂടുതലും മെറ്റൽസ് ആണ്. അതും പോരാതെ അത് കൂടുതലും സോളിഡ്സ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഖരം എന്ന് മലയാളത്തിൽ പറയും, സോളിഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ പി ബ്ലോക്കിൽ എലമെന്റ്സ് ക്യാൻ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. ഇപ്പോൾ ഓക്സിജൻ ഗ്യാസ് ആണ്. ഓക്കെ, പക്ഷെ അയഡിൻ എന്ന് പറഞ്ഞാൽ അതൊരു സോളിഡ് ആണ്. കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആണ്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ആണ്. സിലിക്കൺ എന്ന് പറഞ്ഞാൽ അതൊരു സോളിഡ് ആണ്. ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം ക്ലോറിൻ എന്ന് വെച്ചാൽ ലിക്വിഡ് ആയിട്ട് നിൽക്കും, അത് പൗഡർ ആയിട്ടും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഗ്യാസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം പല എലമെന്റും പല പല സ്റ്റേറ്റിലാണുള്ളത്. സോ പി ബ്ലോക്ക് എലമെന്റ് ഏറ്റവും വാല്യുബിൾ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എലമെന്റ്സ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. സോ സെക്കൻഡ് ഈസ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. സോ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. സോ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ലൂസ്ലി ഹെൽഡ് ഇലക്ട്രോൺസ് ആണ്. എസിൽ ആകെ 2 ഇലക്ട്രോൺസ് ആണ് അല്ലേ? പിയിൽ എവിടെയാണ്? NP1 to 6 ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എന്താണ് പോസിബിലിറ്റി എവിടെയുണ്ട്? സോ 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ 6 ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യേണ്ട സ്പേസിൽ ഒരു വലിയൊരു ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ഓരോ ഇലക്ട്രോൺസ് ഒക്കെ റിമൂവ് ചെയ്യല്. ഇപ്പം NP1 ഒക്കെ ആണെങ്കിൽ ഇപ്പം NP1 NS2 NP1 ഇറ്റ് വിൽ ബി ഈസി ടു റിമൂവ് ഇലക്ട്രോൺ.
Now NS2, NP2, it will be little bit more difficult to remove. പിന്നെ അടുത്ത NS2, NP3 ആവുമ്പോൾ എന്താണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി കൂടി. അപ്പൊ എന്താണ് കമ്പാരിറ്റീവ്ലി രണ്ടല്ല, നമ്മളിവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി വരുമ്പം റിമൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഓക്കെ, കമ്പയർ ടു എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓൾസോ നിങ്ങൾ വേറൊരു പ്രോപ്പർട്ടി പഠിക്കാൻ, നമ്മൾ പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അവിടെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് electronegativity will increase. Similarly, from left to right, ionization enthalpy will also increase. Just നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. Electronegativity as well as ionization enthalpy increases from left to right. Okay. Next is they show positive and negative oxidation state. S ബ്ലോക്കിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു it can lose electrons, but P block can lose electrons and some of the P block elements can accept electrons. So നമുക്ക് എത്ര ഇലക്ട്രോൺസ് മാക്സിമം ലോസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മാക്സിമം ഒരു എലമെന്റിന് 4 ഇലക്ട്രോൺസ് ഒക്കെയാണ് ലോസ് ചെയ്യാൻ പറ്റുക. ജനറലി ഫോർ പി ബ്ലോക്ക് എസ് ബ്ലോക്കിന്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ 4 മാക്സിമം, അതിൽ കൂടുതൽ പോവില്ല. ഓരോ എലമെന്റ് ഒരു ഫിക്സ് ആയിട്ട് വരും. ഇപ്പം NS2 NP1 ആണെങ്കിൽ എത്ര പോവാം? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോവാം, ഇവിടുന്ന് 2 ഇലക്ട്രോൺ പോവാം. ഓക്കെ, ഇവിടെ അടുത്ത NS2 NP2 ആണ്, ഇവിടുന്ന് 2 പോവാം, ഇവിടുന്ന് 2 പോവാം, 4 ഇലക്ട്രോൺ. അതിൽ കൂടുതൽ പിന്നെ പോകാൻ പറ്റില്ല. If the number of electrons in its valence shell is more than 4, then those elements will accept electrons. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ച്. ഈ അക്സെപ്റ്റ് ഡൊണേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എലമെന്റ്സ് ഇത് അക്സെപ്റ്റ്സ് ഓർ ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ടു അറ്റൈൻ ദ സ്റ്റേബിൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ, 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി നമുക്ക് പഠിച്ചിട്ടില്ലേ? നമുക്ക് ഇതിനെപ്പറ്റി അടുത്ത കുറച്ച് ക്വസ്റ്റൻ ഒക്കെ ഡിസ്കസ് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് നോ ദാറ്റ് ദേ ക്യാൻ ഷോ പോസിറ്റീവ് and negative oxidation state. So, ഒരു question നമുക്ക് ചെയ്യാം. Okay, so find the chemical formula of the compound formed by X and Y. Given that outer shell electronic configuration of X and Y are 3s2 and 3s2 3p5 respectively. നമുക്ക് 2 എലമെന്റ് തന്നിട്ടുണ്ട്, രണ്ടിന്റെ ഔട്ടർ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചെന്താണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോമുലയാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമാണ് കെമിക്കൽ ഫോമുല. സോ ബേസിക്കലി ഫസ്റ്റ് നമുക്ക് നോക്കാം. X 3s2 ആണ്. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ S ആണ്. ഞാൻ പറഞ്ഞു ദിസ് ബിലോങ്സ് ടു ദ S ബ്ലോക്ക്. ഓക്കെ, ഇനി ഏത് പീരീഡ് ആയിരിക്കും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവസാനം, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ കറസ്പോണ്ടിങ് ഷെൽ നമ്പർ എത്രയാണെന്ന് നോക്കുക. എത്രയാണ്? 3 ആണ്. If the shell number is 3, the number of period will be 3. ഓക്കെ, അവസാനം ഫില്ല് ചെയ്ത ഷെൽ നമ്പർ എത്രയാണെന്ന് നോക്കുക, അത് തന്നെയായിരിക്കും അതിന്റെ പീരീഡ്. ഇപ്പൊ 3s2ലാണ് ഫില്ല് ചെയ്തെങ്കിൽ അതിന്റെ പീരീഡ് എന്തായിരിക്കും? 3, തേർഡ് പീരീഡ് ആയിരിക്കും. സോ 3s2 3p5, ഇവിടെ ഔട്ടർ മോസ്റ്റ് ഫില്ല് ചെയ്യുന്ന Pയിലാണ്. സോ ദിസ് ബിലോങ്സ് ടു P ബ്ലോക്ക്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായി. ഇതും തേർഡ് പീരീഡ് ആണ്, കാരണം ഔട്ടർ മോസ്റ്റ് ഫില്ല് ചെയ്യുന്ന സ്റ്റിൽ the shell is number 3. So oxidation state of this one 3s2 will be +2, since it can lose 2 electrons. Since it is S block elements, it lose 2 electrons, so it will be 2. അപ്പോൾ എക്സിന്റെ താഴെ നിങ്ങൾ ഈ പ്ലസും മൈനസും ഇടാതെ 2 അങ്ങ് എഴുതി വെച്ച്. ഓക്കെ, അടുത്ത വൈയുടെ കാര്യം നമുക്ക് പറയാം. വൈയുടെ എത്രയാണ്? -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് -1 എഴുതിയത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു എലമെന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇറ്റ് വിൽ ട്രൈ ടു അറ്റൈൻ ദ ഒക്ടറ്റ് കോൺഫിഗറേഷൻ. അതായത് 8 ഇലക്ട്രോൺസ് അതിന്റെ വാലൻസ് ഷെല്ലിലാക്കാൻ വേണ്ടി ശ്രമിക്കും ടു അറ്റൈൻ ദ സ്റ്റെബിലിറ്റി, അല്ലേ? അപ്പൊ പി ബ്ലോക്കിന്റെ കാര്യത്തിലൊക്കെ ഇത് പോസിബിൾ ആണ്, ഈ 8 ഇലക്ട്രോൺ. പിന്നെ അതൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പി ബ്ലോക്കിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം 8 ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ അത് സ്റ്റേബിലൈസ് സ്റ്റേറ്റിലേക്ക് എത്താൻ ശ്രമിക്കും. സോ ഇവിടെ ഔട്ടർ മോസ്റ്റ് തേർഡ് ഷെല്ലാണല്ലോ, അല്ലേ? തേർഡ് ഷെല്ലിലെ 2 സബ് ഷെല്ലുകളാണ് എസും പിയും. ടോട്ടൽ എത്രയുണ്ട്? 2 + 5. സോ നമുക്ക് എന്തായി? ഇതിന്റെ കോൺഫിഗറേഷൻ 7 ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലേ, ഔട്ടർ മോസ്റ്റ്ലി. ഇനി അതിന് ഒക്ടറ്റ്, അത് 8 ആക്കാൻ എത്ര വേണം? ഒരു 8 ഇലക്ട്രോൺ കൂടിയല്ലേ വേണ്ടൂ. സോ ഇറ്റ് വിൽ ട്രൈ ടു ഗെയിൻ 1 ഇലക്ട്രോൺ. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡേറ്റ് സ്റ്റേറ്റ് എത്ര കൊടുത്തത്? -1. സോ ഓക്സിഡേറ്റ് സ്റ്റേറ്റ് ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. പി ബ്ലോക്ക് ആണെങ്കിൽ എസ് അല്ല, പി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതിന് 8നേക്കാളും കൂടുതലാണോ കുറവാണോ നോക്കുക. 8ആയിട്ടുള്ള ഡിഫറൻസ് നോക്കുക. അതായിരിക്കും അതിന്റെ ജനറൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ? സോ ഇനിയിപ്പം -1 കിട്ടി. അത് നിങ്ങൾ വൈയുടെ അവിടെ ചാർജ് ഒന്നും ഇല്ലാതെ അങ്ങ് എഴുതുക. കണ്ടോ? XY ഇങ്ങനെ കിട്ടി. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? X1 Y2. ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ എഴുതുവാണെങ്കിൽ XY2. ഇതാണ് കെമിക്കൽ ഫോമുല.
സോ ഓക്സിഡൈഡ് സ്റ്റേറ്റ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വളരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ പി ബ്ലോക്ക് എലമെന്റ്സ് ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ബ്ലോക്ക് എലമെന്റ് നമുക്ക് പരിചയപ്പെടാം. അതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഒത്ത നടുവിൽ ഇതിങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ നടുവിലുള്ളൊരു ഭാഗം ഉണ്ട് അല്ലേ, ഇവിടെ നമുക്ക് പി ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇതിന്റെ അടിയിൽ 2 റോസ് ഉണ്ട് അല്ലേ, ഇങ്ങനെയൊക്കെയാണ് പീരിയോഡിക് ടേബിളിന്റെ ഏകദേശം ഒരു രൂപം. അപ്പൊ ഈ നടുവിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ദാറ്റ് ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, സോ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഏത് ഗ്രൂപ്പ് തൊട്ട് ഏത് ഗ്രൂപ്പ് വരെയാണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12 ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിന് വേറൊരു പേരും കൂടി പറയും, ഇത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. അതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുകൂടി നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന് ജനറലി വിളിക്കുന്ന ഒരു പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. നമ്മൾ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, സിങ്ക്, കോപ്പർ, അയൺ, കൊബാൾട്ട്, മാംഗനീസ്, ക്രോമിയം, ടൈറ്റാനിയം, ഇങ്ങനെ നമ്മൾ കേട്ട് കഴിവുള്ള ഒരുപാട് ഫേമസ് മെറ്റൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, സോ ദേ ആർ മോസ്റ്റ്ലി മെറ്റൽസ്. എല്ലാവരും മെറ്റൽ അല്ല, ബട്ട് സ്റ്റിൽ മോസ്റ്റ്ലി ദേ ആർ മെറ്റൽസ്. സോ ഡി ബ്ലോക്ക് എലമെന്റ് നെക്സ്റ്റ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. അതായത് ഏറ്റവും പുറത്തുള്ള ഷെല്ലിലല്ല ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, മറിച്ച് അതിന്റെ തൊട്ട് സെക്കൻഡ് ലാസ്റ്റായി കിടക്കുന്ന ഓർബിറ്റിൽ ഏതാണോ അവിടെയാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ ജനറലി എസ് ബ്ലോക്ക് എലമെന്റിൽ എവിടെയാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്? ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദ എസ് സബ് ഷെൽ, റൈറ്റ്? ഫോർ പി ബ്ലോക്ക് ദേ ആർ എൻ്ററിങ് ഇൻ ദ പി സബ് ഷെൽ. ബട്ട് ഹിയർ ഇലക്ട്രോൺസ് ആർ നോട്ട് എൻ്ററിങ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഔട്ടർമോസ്റ്റ് എസ് ഷെൽ ആണ്, അതിന്റെ തൊട്ടു പിന്നിലുള്ള ഡി സബ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ സിൻസ് ദ ഇലക്ട്രോൺ ഈസ് എൻ്ററിങ് ഇൻ ടു ദ ഡി സബ് ഷെൽ ദേ ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇതുകൊണ്ടാണ് അതിനെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന വെച്ചാൽ ഞാൻ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം കുറച്ചെണ്ണത്തിന്റെ. ഫോർ എക്സാമ്പിൾ 21, അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ്? 3d1 4s2 എന്നാണ്. നെക്സ്റ്റ് ആണെങ്കിൽ 3d2, ടൈറ്റാനിയത്തിൻ്റെയാണ് 3d2 4s2. വനേഡിയത്തിനാണെങ്കിൽ 3d3 4s2. ക്രോമിയത്തിനാണെങ്കിൽ 3d4 4s2. അതിന്റെ എക്സെപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ബിക്കോസ് വി റൈറ്റ് 3d5 4s1. ഓക്കെ, അവസാനം ഇങ്ങനെ ഫില്ല് ചെയ്ത് പോയിട്ട് അവസാനം 3d10 4s2 എന്ന് വരും. സോ ദിസ് വിൽ ബി ഹൗ ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് ഫിൽഡ്. സോ ഓക്കെ, ഫൈനൽ എന്താണ്? ഗ്രൂപ്പ് നമ്പർ. എങ്ങനെ ഗ്രൂപ്പ് നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിലുള്ള നമ്പർ ഓഫ് എസ് ഇലക്ട്രോൺസ് ആൻഡ് ദ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ്, അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പം സ്കാൻഡിയത്തിന് എടുക്കുക, ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് എസ് ഇലക്ട്രോൺസ്. സോ 1 + 2, ഇറ്റ്സ് ഗ്രൂപ്പ് വിൽ ബി 3. Here for titanium, number of d electron is 2, number of s electron is 2. So 2 + 2, 4. And for vanadium, 3 + 2, 5. And so on, so on, so on. Finally, for zinc, 10 + 2, it will be 12th group. വളരെ എളുപ്പമാണ്. So group number എന്താണ്? Sum of n s electrons and n-1 d electrons will be the group number. So period number എന്തായിരിക്കും? Period number as usual, ദ ലാസ്റ്റ് ഫിൽഡ് ഷെല്ലിന്റെ നമ്പർ ഏതാണോ അതാണ് അതിന്റെ പീരീഡ്. ഇവിടെ ലാസ്റ്റ് ഫില്ല് ചെയ്ത ഷെല്ലിന്റെ നമ്പർ, ഏറ്റവും അവസാനത്തെ ഷെല്ലിന്റെ നമ്പർ ഏതാണോ അതാണ് അതിന്റെ പീരീഡ്. ഇവിടെ ഫില്ല് ചെയ്തത് ഏത് ഷെല്ലിലേക്കാണെന്നല്ല, ഫില്ല് ചെയ്ത അവസാനത്തെ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? NS. n-1 അല്ല അവസാനം, n ആണ് അവസാനം. സോ പീരീഡ് ഏതായിരിക്കും? ഇവിടെ 4th പീരീഡ് ആയിരിക്കും, അതായത് nth പീരീഡ് ആയിരിക്കും. ഓക്കെ ആണോ? n-1 അല്ല, nth പീരീഡ് ആണ് ഉണ്ടാവുക. സോ ഇനി നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ദീസ് ക്യാൻ ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. സോ എന്തുകൊണ്ടാണ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന്? അതായത് എസ് ബ്ലോക്കിന് നമുക്കറിയാം 2 പോസിബിൾ ആണ്. +1 ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് കാണിക്കുക, സെക്കൻഡ് ഗ്രൂപ്പ് +2 ആണ് കാണിക്കുക. അതുപോലെ പി ബ്ലോക്കിലേക്ക് പോയാലും +3 കാണിക്കും, +4 കാണിക്കും, പിന്നെ -3 കാണിക്കും, -2 കാണിക്കും, -1 കാണിക്കും. പക്ഷെ ഇതൊക്കെ ഒരു ഗ്രൂപ്പിന് ഒരു പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കാൻ പറ്റും. പക്ഷെ ഡി ബ്ലോക്കിന് അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ തന്നെ പല എലമെന്റിനും പല റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരൊറ്റ എലമെന്റിനെ കാണിക്കാൻ പറ്റും. ഓക്കെ, എല്ലാത്തിലും അത് സ്റ്റേബിൾ ആയിരിക്കും. പി ബ്ലോക്കിലൊന്നും അങ്ങനെ എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും എല്ലാ എലമെന്റും സ്റ്റേബിൾ ആയിരിക്കില്ല. പക്ഷെ ഡി ബ്ലോക്കിൽ ഏതൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലും പലതും ചിലപ്പം മാക്സിമം കാണിക്കാൻ പറ്റുന്നത് +7 വരെ കാണിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. NS2, പിന്നെ n-1 d 1 to 10 നമ്മൾ കണ്ടു. ഓക്കെ, സോ
ഇവിടെ എന്താണ് ആദ്യ ഇലക്ട്രോൺ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് പോകും. സോ 2 +2 എല്ലാവർക്കും കാണിക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ ഈ ഡിയിലുണ്ടല്ലോ ഇലക്ട്രോൺസ്, ഡിയിലുള്ള ഇലക്ട്രോൺസ് ഇതിന്റെ കൂടെ തന്നെ ലോസ് ചെയ്യാനും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. So along with the s electrons, d electron can also participate in reactions. That's why they can show variable oxidation states. So maximum +7 ആണ് കാണിച്ചത്, അതിന് മുകളിലൊന്നും കാണിച്ചതായിട്ട് റെക്കോർഡ്സ് ഇല്ല. ഓക്കെ. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദേ ക്യാൻ ഫോം കളേർഡ് കമ്പൗണ്ട്സ്. അതായത് നമ്മൾ ഈ പടക്കങ്ങൾ അല്ലെങ്കിൽ രംഗോലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അങ്ങനെ ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഏത് സാധനം എടുത്തോ അതിലൊക്കെ ജനറലി കാണാൻ സാധ്യത ഉണ്ടാവും അറ്റ്ലീസ്റ്റ് 1 ട്രാൻസിഷൻ എലമെന്റ് കമ്പൗണ്ട്. ഓക്കെ. ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇതാ കോപ്പർ സൾഫേറ്റ്. നമ്മൾ തുരിശ് എന്ന് പറയും, തുരിശ് ലായനി കൃഷിക്കൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അല്ലേ. തുരിശ് എന്ന് മലയാളത്തിൽ പറയും, കോപ്പർ സൾഫേറ്റ് എന്നാണ് അതിന്റെ ഒറിജിനൽ പേര്. അത് ബ്ലൂ കളറാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഫേമസ് ആയിട്ടുള്ള ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അത് കാണുമ്പം അതിന്റെ ക്രിസ്റ്റൽസ് ഇങ്ങനെ ഉണ്ടാവും, ഒരു ഡാർക്ക് പേർപ്പിൾ കളറാണ്. ഓക്കെ, ഡാർക്ക് പേർപ്പിൾ കളറാണ്. പക്ഷെ നിങ്ങൾ ലിക്വിഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു ലിക്വിഡ് ആയിരിക്കും. നിങ്ങൾ ലാബിലൊക്കെ പോയാലും അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താലൊക്കെ ആദ്യം കാണുന്നത് വല്ല കോണിക്കൽ ഫ്ലാസ്കിലെങ്ങാനും ഒരു പിങ്ക് കളറുള്ള ഒരു ലിക്വിഡ്. ഈ പിങ്ക് കളർ ലിക്വിഡ് ജനറലി അവർ കാണിക്കുന്നത് എന്താണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ സൊല്യൂഷൻ. അത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ. ഇതിന്റെ ഫോർമുല KMnO4. ഓക്കെ. പിന്നെ അടുത്തത് ഫെറസ് സൾഫേറ്റിന്റെ കളർ എന്ന് വെച്ചാൽ ഗ്രീൻ ആണ്. ഒരു ഗ്രീൻ കളറുള്ള ഒരു ഒരു സോൾട്ട് ആണ് ഫെറസ് സൾഫേറ്റ്. ഓക്കെ. അത് ജസ്റ്റ് അങ്ങനെ ഓർമ്മിച്ചു. കളേർഡ് കമ്പൗണ്ട്സിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കൊബാൾട്ട് നൈട്രേറ്റ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ നോർമലി ഡി ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏത് എക്സാമ്പിൾ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. നോർമലി ജനറലി ഓൾ ഓഫ് ദം ആർ കളേർഡ് കമ്പൗണ്ട്സ്. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദേ ക്യാൻ ഷോ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്, കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന ഒരു കമ്പൗണ്ട് ആണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയും. പക്ഷേ കാറ്റലിസ്റ്റ് സ്പീഡ് മാത്രമേ കൂട്ടൂ കേട്ടോ. They are not participating, they will not participate in the reaction, they just increase the rate of the reaction. അത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ വനേഡിയം പെൻഡോക്സൈഡ് V2O5 നമ്മൾ പറയാം, വനേഡിയം പെൻഡോക്സൈഡ് ആണ്. കോണ്ടാക്ട് പ്രോസസ് എന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് സ്പോഞ്ചി അയൺ, Fe. അയാണ് ഉപയോഗിക്കുന്നത് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ് എന്താണ്? അമോണിയ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സാണ്. ഹേബർ പ്രോസസ്സിനുള്ള കാറ്റലിസ്റ്റ് ആണ് അയൺ. അതുപോലെ നിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ്. ഈ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ വനസ്പതി നെയ്യ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. ഈ വനസ്പതി ഉണ്ടാക്കുന്നത് എന്താണ്? വെജിറ്റബിൾ ഓയിൽസിന്റെ ഹൈഡ്രോജനേഷൻ ചെയ്തിട്ടാണ്. ഈ വനസ്പതി ഓയിലിന്റെ നിർമ്മാണത്തിൽ ഈ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിലിന്റെ പ്രോസസ്സിൽ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നിക്കൽ. അതിന്റെ സിമ്പിൾ Ni എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ. ഇതല്ലാതെ ഒരുപാട് കാറ്റലിസ്റ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുവെത്തും. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, കാറ്റലിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള ഏറ്റവും റീസൺ എന്താണ്? ഡ്യൂ ടു ദ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ഓർ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു. ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ Fe in FeCl3 and FeCl2 and electronic configuration of the ions of Fe. നമുക്ക് തന്നിട്ടുണ്ട് ആറ്റോമിക് നമ്പർ ഓഫ് അയൺ. Atomic number of iron is എത്രയാണ്? 26. Oxidation state of chlorine is -1. So oxidation state of iron കാണാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം തന്നെ FeCl3 ഇതിൻ്റെ അല്ലേ കാണേണ്ടത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി 0. സോ നോർമലി കമ്പൗണ്ടിലെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പം അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ X എടുക്കുന്നു. ക്ലോറിൻ്റെത് നമുക്കറിയാം എത്രയാണ്? -1 ആണ് തന്നിട്ടുണ്ട്. ഒരു ക്ലോറിന്റെ -1 ആണ്. സോ -1 × 3. സോ വി വിൽ ഗെറ്റ് X - 3 വിൽ ബി ഈക്വൽ ടു 0. So X will be equal to +3. So Fe oxidation state എന്താണ്? Fe3+. അടുത്ത FeCl2 ഇതേ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും X plus -1 × 2 equal to 0. So X - 2 equal to 0. So X will be equal to +2. So Fe will be in Fe2+. ഇനി ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും എന്ന് നോക്കാം. ഓക്കെ. സോ ഏതൊക്കെയാണുള്ളത്? നമുക്ക് 2 അയോൺസ് ഉണ്ട്. Feയുടെ ആദ്യം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. Feയുടെ ആറ്റോമിക് നമ്പർ 26 ആണ്. സോ അത് വെച്ച് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഇത് 4s2 3d6 എന്ന് എഴുതാം കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ ഒരു ഷെല്ലിൽ എല്ലാ ഇലക്ട്രോണും ഒന്നിച്ചെഴുതുമ്പോൾ ആ കൺവീനിയൻസിന് വേണ്ടി എഴുതിയാണ്. സോ
FEയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടി. ഇനി Fe2+ നമുക്ക് കാണാം എന്തായിരിക്കും. Fe2+ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ ഷെല്ലിൽ ഇലക്ട്രോണി ആദ്യം ലോസ് ചെയ്യുക. സോ ഇവിടുത്തെ 2 ഇലക്ട്രോണിന് എന്ത് ചെയ്യും? ലോസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതേ സെയിം കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d6 4s 0 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് Fe2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി Fe3+ ആണെങ്കിലോ? Fe3+ ആണെങ്കിൽ എന്ത് ചെയ്യണം? 2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ നമുക്ക് ഇവിടെ നിന്ന് ലോസ് ചെയ്ത്, 3+ ആകുമ്പോൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത് കിടക്കുന്ന അവസാനത്തെ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ ലോസ് ചെയ്യും. അവസാനം കിടക്കുന്ന ഏതാണ്? 3D സബ്ഷെല്ലാണ്. അപ്പൊ 3D സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ ലോസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ 3d6 നിന്ന് ഒരു ഇലക്ട്രോൺ പോവും, 1 ഇലക്ട്രോൺ ലോസ്. അപ്പൊ എന്താവും ഫൈനൽ കോൺഫിഗറേഷൻ? 1s2 2s2 2p6 3s2 3p6 3d5 4s 0. 4s 0 എഴുതണമെന്നില്ല, ജസ്റ്റ് ടു ഡിനോട്ട് വി ക്യാൻ ജസ്റ്റ് മെൻഷൻ ഇറ്റ്. സോ ഇതായിരിക്കും Fe3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അയോൺസ് ആണ് നിങ്ങൾ ആദ്യം ചെയ്യണം. ആദ്യം നമ്മൾ ഒറിജിനൽ എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൻ്റെ അത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പറഞ്ഞത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈനലി ലെറ്റ്സ് ഡിസ്കസ് ദ ലാസ്റ്റ് ബ്ലോക്ക് എലമെന്റ്സ്, ദാറ്റ് ഈസ് F ബ്ലോക്ക് എലമെന്റ്. F ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ, അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ്. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദേ ബിലോങ് ടു ദ 6th and 7th പീരീഡ്. നമ്മളെ പീരിയോഡിക് ടേബിൾ വരച്ചപ്പം ഏറ്റവും അടിയിലായിട്ട് 6th and 7th പീരീഡിൽ നിന്നാണ് എടുത്ത 2 ഡിഫറെന്റ് പീരീഡുകളാണ് എന്ത് നമ്മൾ F ബ്ലോക്ക് എലമെന്റായി കൺസിഡർ ചെയ്യുന്നത്. ഇത് D ബ്ലോക്ക് എലമെന്റിന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടി, വേരിയബിൾ ഓക്സിഡേറ്റ് സ്റ്റേറ്റ് കാണിക്കും, കളേർഡ് കമ്പൗണ്ട്സ് ഫോം ചെയ്യും. അത് പോരാതെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഈ 7th പീരീഡ് കുറേ ആൾക്കാർ ആരാണ്? റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അതുകൊണ്ട് റേഡിയോ ആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ, അതുപോലെ ഈ ന്യൂക്ലിയർ ബോംബൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നോർമലി ന്യൂക്ലിയർ എനർജിയുടെ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ യുറേനിയം, പ്ലൂട്ടോണിയം, അതുപോലത്തെ എലമെന്റ്സ് ഒക്കെ എവിടെയാണ്? F ബ്ലോക്കിൽ. അതിൽ 6th പീരീഡിന് നമ്മൾ പറയുന്ന പേരാണ് ലാന്തനോയിഡ്സ്. കാരണം വേറെ ഒന്നുമില്ല, ലാന്തനം എന്ന് പറഞ്ഞ എലമെന്റിന് ശേഷം വരുന്ന എലമെന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ലാന്തനോയിഡ്സ്, അതായത് ഇതാണ് 6th, ഇതാണ് 7th. 6th നമ്മൾ ലാന്തനോയിഡ്സ് എന്നും 7th നമ്മൾ ആക്ടിനോയിഡ്സ് എന്ന് പറയും. സോ ആക്ടിനോയിഡ്സിൽ കുറച്ച് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. പിന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള F ബ്ലോക്ക് എലമെന്റിന്റെ പ്രോപ്പർട്ടീസ്. സോ ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ഡിസ്കഷൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്സസൈസിന് വേണ്ടി ഞാൻ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ആറ്റോമിക് നമ്പർ 25 വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഇത് ഏത് എലമെന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1s2 2s2 2p6 3s2 3p6 3d5 4s2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഔട്ടർ മോസ്റ്റ്. ഇത് ആറ്റോമിക് നമ്പർ 25 എന്ന് വെച്ചാൽ മാംഗനീസ് ആണ്. ഓക്കെ, Mn എന്നാണ്. അപ്പം ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? നമുക്കിത് ഏത് ബ്ലോക്കാണ്? D ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്യുന്നത്. സോ ദേ ബിലോങ് ടു ദ D ബ്ലോക്ക്. ഏത് പീരീഡ് ആണ്? സോ ദേ ബിലോങ് ടു ദ 4th പീരീഡ്. ഓക്കെ, അപ്പം ഈ ഒരു എലമെന്റ് ഞാൻ Mn ആണെന്ന് അറിയാം. ഇനി നമ്മൾ ഈ ഒരു എലമെന്റ് Mn, അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, Mn2+ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഔട്ടർ മോസ്റ്റ് മാത്രം നമ്മൾ എടുക്കുക. അപ്പം 3d5 4s 0 എന്ന് വരും. ഇനി Mn3+ ആണ് ഞാൻ ചോദിച്ചെങ്കിലോ? Mn3+ ആണെങ്കിൽ എന്ത് വരും? 3d4 4s 0. ഇനി Mn4+ ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിലോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3d3 4s 0. അങ്ങനെ Mn+7. ഞാൻ ആദ്യം പറഞ്ഞു വേരിയബിൾ ഓക്സിഡേഷൻ കാണിക്കുന്നു, ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് Mn-ലാണ്. ഏതാണ്? +7. ഫോർ എക്സാമ്പിൾ MnO4-. ഇതൊരു അയൺ ആണ്, ഒരു പെർട്ടിക്കുലർ അയോൺ ആണ് ഇത്. ഓക്കെ, MnO4-ൽ Mn-ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? Mn നമ്മൾ X എന്നെടുക്കുന്നു. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -2 ആണ് ഒരു ഓക്സിജന്റെ. സോ X + -2 × 4 ഈസ് ഈക്വൽ ടു 0 അല്ല. ഇവിടെ എത്രയാണ്? MnO4-, അവിടെ -1 ആണ്. സോ X - 8 will be equal to -1. So X will be equal to -1 + 8 = +7. Mn
+7 വരെ കാണിക്കാൻ സാധ്യതയുണ്ട്. സോ my question in this class is find the electronic configuration of Mn+7 or Mn7+. സോ ഇതാണ് ക്ലാസ്. നമുക്കിനി സമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഡിഫറെൻറ്റ് ബ്ലോക്ക് പഠിച്ചു. എസ് ബ്ലോക്ക് എലമെന്റിൽ എന്താണ്? ജനറൽ NS1 to 2 വരും. എന്താണ് ഗ്രൂപ്പ് നമ്പർ? ക്യാൻ ബി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. പിന്നെ നമ്മൾ പി ബ്ലോക്കിന്റെ പഠിച്ചു. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 ആൻഡ് P1 to 6 എന്ന് പഠിച്ചു. അത് ഗ്രൂപ്പ് 13 to 18 ആണ് ബിലോങ് ചെയ്യുന്നത് കണ്ടു. അതിലെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് P ഇലക്ട്രോൺസ് പ്ലസ് 12 പ്ലസ് P ഇലക്ട്രോൺ 1 ആണെങ്കിൽ 12 + 1 13 ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ്. പിന്നെ ഡി ബ്ലോക്ക് എലമെന്റ് നമ്മൾ പഠിച്ചു. N-1 D 1 to 10 NS2 ഗ്രൂപ്പ് 3 to 12 ആണ്. നമ്പർ ഓഫ് NS ഇലക്ട്രോൺസ് പ്ലസ് N-1 D ഇലക്ട്രോൺസ്, ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. പീരീഡ് നമ്പർ എപ്പോഴും nth ഷെല്ലിന്റെ നമ്പർ ആയിരിക്കും. പീരീഡ് നമ്പർ ഓൾവേസ് വിൽ ബി ദ ലാസ്റ്റ് ഷെൽ വേർ ദ ഇലക്ട്രോൺ entered. ഓക്കെ, എൻഡേഴ്സ് അല്ല entered. അവിടെ അവസാനത്തെ വാലൻസ് ഷെല്ലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ ഫോർ ദിസ് വീഡിയോ. വിത്ത് ദിസ് ഐ എം എൻഡിങ് ദിസ് വീഡിയോ. Manorama Horizon, learning made simple.